ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. ഇന്നത്തെ വീഡിയോ അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണ ജയന്തി സെലിബ്രേഷൻ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ ഭഗവാന് നിവേദിക്കാനുള്ള പ്രസാദം ഓരോന്നായിട്ട് തയ്യാറാക്കുകയാണ്. ഇതിലാദ്യം തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ പച്ചരി 1 ഗ്ലാസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി റെഡിയാക്കി എടുക്കുകയാണ്. ഇവിടെ ഒരു 1.5 എന്നുള്ള ഒരു അളവിലാണ് ശർക്കര ചേർത്തേക്കുന്നത്. ഇനി ഈ കുതിർന്നിരിക്കുന്ന പച്ചരിയും ശർക്കരപ്പാനിയും 1 പഴവും 2 ഏലക്കയും ചേർത്ത് അരച്ചെടുക്കുവാണ്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുന്ന സമയത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കണം. കാരണം ചെറിയൊരു തരിയോടുകൂടി അരച്ചെടുക്കുകയാണെങ്കിൽ ഉണ്ണിയപ്പത്തിന് ബലം വരും. അതുകൊണ്ടാണ് വെണ്ണ പോലെ അരച്ചെടുക്കണമെന്ന് പറയുന്നത്. വൈകുന്നേരം ഉണ്ടാക്കാനുള്ള പാകം വരാനായിട്ട് രാവിലെ തന്നെ ഇതിൻ്റെ അരപ്പ് റെഡിയാക്കി വയ്ക്കുവാണ്. എന്നിട്ട് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് അവൽ നനച്ചതാണ്. അപ്പോൾ അതിനായിട്ട് അവൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. നാളികേരവും ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഈ അവലും നാളികേരത്തിലേക്ക് ഇളം ചൂടോടുകൂടി ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അടച്ചു വയ്ക്കുകയാണ്. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കുന്നത് പാൽപ്പായസമാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ്സിന് താഴെ വരുന്ന രീതിയിൽ പച്ചരി എടുക്കുന്നുണ്ട്. ഇനി ഈ പച്ചരി ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുവാണ്. ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്ത ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ചൂടാറിയ ശേഷം ഒന്ന് കഴുകിയെടുത്തിട്ടാണ് തിളച്ച പാലിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് പായസത്തിന് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ചുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഈ പാലിൽ തന്നെ അരി നന്നായിട്ട് വെന്ത് വരണം. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ശേഷം 2 ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് തീയെ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടും ഞാൻ കുറച്ച് നേരം കൂടി ഞാനിങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചൂടാറി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ മുകളിലായിട്ട് ആട വന്നു തുടങ്ങും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് കുറച്ചുകൂടി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാൽപ്പായസവും തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് തയ്യാറാക്കാൻ പോകുന്നത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ മാവ് ഇതിനായിട്ടൊന്ന് പാകപ്പെട്ടിട്ടുണ്ട്. ഇനി ചൂടായ എണ്ണയിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ ഉണ്ണിയപ്പവും തയ്യാറായി കഴിഞ്ഞു. ഇനി കടല ചാളിക്കുവാണ്. അതിനായിട്ട് ഇപ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനായിട്ട് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി കടുക് ഒന്ന് പൊട്ടി വന്ന ശേഷം കറിവേപ്പില, ഒരു ചെറിയ തുണ്ട് ഇഞ്ചി, 2 പച്ചമുളക് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ ശേഷം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ആവശ്യത്തിനുള്ള നാളികേരം കൂടി ചേർത്ത് കടലയും ചേർത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം തീ ഓഫ് ചെയ്യുവാണ്. അങ്ങനെ ഭഗവാന് നിവേദിക്കാനുള്ള പ്രസാദം എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. പിന്നെ പൂജയ്ക്ക് കൃഷ്ണന് ചാർത്താനുള്ള മാല വാങ്ങാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് വീട്ടിലുള്ള തുളസിയും പിന്നെ ഭഗവാന് ചുറ്റും വിതറാനുള്ള പൂവ് നേരത്തെ വാങ്ങിയായിരുന്നു. അപ്പോൾ അത് രണ്ടും ഉപയോഗിച്ചാണ് ഞാൻ ഇവിടെ മാല കെട്ടുന്നത്. അപ്പോൾ ഈ മാല കെട്ടുന്ന നേരം എനിക്ക് ആ തുളസിക്കതിർ നുള്ളിയെടുത്ത് എന്നുള്ള ഭഗവാന്റെ ആ പാട്ട് പാടാൻ തോന്നുകയാണ്. അങ്ങനെ നല്ല പാട്ട് പാടുന്ന ആളൊന്നും അല്ല, പക്ഷേ എങ്കിലും ഉണ്ണികൃഷ്ണനെ മനസ്സിൽ ഓർത്ത് പാടുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം വളരെ വലുതാണ്. തുളസിക്കതിർ നുള്ളിയെടുത്ത്
കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി ഇന്നിന്നും ചാർത്താം ഞാൻ, ഇന്നിന്നും ചാർത്താം ഞാൻ. അങ്ങനെ വീട്ടിലെ പൂജയെല്ലാം കഴിഞ്ഞ ശേഷം കുന്നത്തൂർ മേടിലെ കൃഷ്ണ ടെമ്പിളിലേക്ക് പോയി. അവിടെ നല്ല ഭംഗിയായിരുന്നു, കൃഷ്ണനെ അലങ്കരിച്ചിരിക്കുന്നതും പഞ്ചവാദ്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി. വീണ്ടും മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ ബൈ.